സാമ്പാർ പൗഡർ ഫ്രഷ് വീട്ടിലുണ്ടാക്കിയത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മായവും ചേർക്കാതെ നല്ല ഒന്നാന്തരം സാമ്പാറിൻ്റെ പൗഡർ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. റെസിപ്പി നോക്കുക. മുളക് തണ്ടോട് കൂടി തന്നെ ഇടുന്നത്. മൂന്നിലൊന്ന് കപ്പിൻ്റെ 1/3 80 മില്ലിയുടെ കപ്പാണ്. അതിൻ്റെ 1/3 ഭാഗം കുരുമുളക്. ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. മുളകിന് വേണ്ടിയിട്ട് മുളകൊന്ന് മുളക് എണ്ണ നല്ലതായിട്ട് വെച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് മുളകൊക്കെ തണുത്തിരിക്കുക. ചൂടാണ്, വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള സൗകര്യമുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ ഇട്ടുള്ളൂ. കായൻ്റെ തീർന്നു ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ഉണ്ടാക്കും. എല്ലാം കരിയാതെ വറുത്തെടുക്കണം. നേരത്തെ വറുത്ത് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് ലാസ്റ്റ് ഇടുന്നത്. പച്ച ഉലുവയാണ് ആദ്യം ഇടണം. ഏകദേശം കൊച്ചു സ്പൂണിന് 3/4 സ്പൂണോളം എടുക്കുന്നുണ്ട്. ശകലം നല്ലെണ്ണ അളന്നൊഴിക്കുകയാണ്. കൊച്ചു സ്പൂണിന് 1 സ്പൂൺ, അത് 1/2 ടീസ്പൂണിന് തുല്യമാണിത്.
സോർട്ട് ചെയ്ത മുളകാണ്. മല്ലിയും മുളകൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുള്ളതാണ് കറിക്ക് മേടിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്താലും നല്ല ഐറ്റങ്ങൾ കിട്ടും. ലൂസായിട്ടുള്ളതാണ് മേടിക്കുന്നെങ്കിൽ വീട്ടിൽ നല്ലപോലെ വൃത്തിയാക്കി. ഇത്തിരി കരിവേപ്പില എടുത്തുകൊണ്ട് ഒരു പിടി കരിവേപ്പില ഇടുന്നുണ്ട്. നല്ലപോലെ കഴുകിയിട്ടാണ് തണ്ടോടുകൂടി തന്നെ ഇടുവാണ്. മുളകും തണ്ടോടുകൂടി ഇട്ടിരിക്കുന്നു. കരിവേപ്പിലയും തണ്ടോടുകൂടി തന്നെ കായം ഇട്ടിട്ടുണ്ട്. മല്ലി, മുളക്, കായം, കരിവേപ്പില, ഉലുവ, ഇത്രയും ഐറ്റം ഇതിനകത്തിട്ടുണ്ട്. ഞാനൊരു ശകലം ഉപ്പൂടെ ചേർത്ത് ഉപ്പ് കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ കറിക്ക് മസാല എടുക്കുമ്പോൾ കഷ്ണങ്ങൾ ചേർക്കത്തില്ല. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി വെക്കാവുന്ന സാമ്പാറിൻ്റെ മസാലയാണ്. ഇതിനകത്ത് ഇവിടെ സാമ്പാർ നാളിൽ ചേർക്കുന്ന പോലെ ചില മോസ്റ്റ്ലി തമിഴ് സാമ്പാറിന് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. പരിപ്പൈറ്റങ്ങൾ, കടലപ്പരിപ്പൊക്കെ വറുത്തി ചേർക്കുന്നത്. ഇത് അതൊന്നുമില്ല. ഇത് മുളകും മല്ലിയും കരിവേപ്പിലയും കായും കുരുമുളകും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ചേർത്ത് നമ്മൾ അത്യാവശ്യമുള്ള മസാലകളെല്ലാം ഇടാം. പിന്നെ ലാസ്റ്റ് എരിവ് വേണമെങ്കിൽ കറികൾക്ക് ഓരോരുത്തർക്ക് അനുസരിച്ച് ഇച്ചിരി എരിവ് വെള്ളം ചേർക്കണമെന്നുണ്ട് ചേർത്താൽ മതി. ഇത് റെഡിമെയ്ഡ് സാമ്പാർ പൊടിയാണ്. വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ പൊടിച്ചിട്ട് നല്ലപോലെ ഇടഞ്ഞ് നമ്മൾ കുപ്പിക്കകത്ത് വെച്ചിരുന്നാൽ നമുക്കത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇട്ടിട്ട് ഇത് അളവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുളകും മല്ലിയും എല്ലാം വെവ്വേറെ എടുക്കുക. ഇത് നോക്കിയപ്പോൾ 200 ഗ്രാം മല്ലിക്ക് ഞാൻ ഏകദേശം 50-55 ഗ്രാം മുളക് എടുത്തിട്ടുള്ളൂ. ഒരു 3 കപ്പിൻ്റെ 1/4 കപ്പ് കുരുമുളക്, ഏകദേശം 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണിനടുത്ത് മാത്രം ഉലുവ ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ കടുക് വറുക്കുമ്പോൾ ഉലുവ ഇടാറുണ്ട് സാമ്പാറിൽ. മുളക് മസാലയും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് ഇച്ചിരി കൂടെ ചേർക്കാം. ബാക്കി മസാലകളിൽ തന്നെ ഒരു സാമ്പാറിന് നല്ലൊരു ടേബിൾ സ്പൂണിന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് തൊമരയ്ക്കുള്ള സാമ്പാറിനുള്ള മസാലയായി. എല്ലാം കൂടെ നല്ല മണം തുടങ്ങി എല്ലാവർക്കും ഇത് മുക്കണം. സാമ്പാറിന് ഒരിക്കലും മസാല കരിയരുത്. ഇച്ചിരി മൂക്കിട്ടാണ് നമ്മൾ നിർത്തും. ഇതിൻ്റെ പാത്രത്തിന് നല്ല ചൂടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി നേരം കലക്കുന്നവരെ ഇതിൽ തന്നെ വെച്ച് കിടക്കണം. പാത്രം ഉടനെ മാറ്റരുത്. കാരണം ആ മുളകിന് ഇച്ചിരൂടെ ഇതിൽ കിടന്ന് ചൂടൊക്കെ കിടന്നതൊന്നുകൂടെ ക്രിസ്പിയാണ്. മല്ലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. പക്ഷേ മണം വന്നു എല്ലാം ചേർന്ന് നല്ലൊരു മണം. ഇതിനകത്ത് ദാൽ ഐറ്റങ്ങൾ ചേർക്കുന്നവരുണ്ട്. നമ്മുടെ കടല പരിപ്പൊക്കെ വറുത്ത് ചേർക്കുന്നവരുണ്ട്. നമ്മളത് ഇതൊന്നും ചേർക്കും. പൊടിച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ പുകത്തൊന്നുമില്ല, ഉപ്പിലൊന്നും കയറില്ല. ഇത്തിരി എണ്ണ ചേർക്കുന്ന എപ്പോഴും നല്ലതാണ്. ഞാൻ തണുപ്പായതുകൊണ്ട് നല്ലെണ്ണ ചേർത്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കണ്ടീഷന് വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിത് വറുത്ത് വെക്കാം. എന്നിട്ട് ഇവിടെ കട്ടയാകും. അതുകൊണ്ട് നല്ലെണ്ണ ചേർക്കാം.
ഇതിനി നല്ലവണ്ണം തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടി പൊടിച്ചിട്ടുണ്ട്. ഇത് ഉള്ളിടണം. പാത്രം എടുത്ത് വെക്കുന്ന പാത്രവും എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളമയൊഴിക്കാത്ത പാത്രത്തിലായിരിക്കണം. ഞാൻ എടുക്കേണ്ട കൊച്ച് ഇതാണ് ഉപയോഗിക്കുന്നത്. വലിയ അടച്ചിലുള്ളവരതിനകത്ത് പെട്ടെന്ന് അടങ്ങിയെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് പൊടിയെടുക്കാനും കാരണം മുളക് പൊടിയുള്ളതുകൊണ്ട് രണ്ട് മൂക്കൊന്നും നീക്കണം. നല്ലപോലെ ഇത്തിരി നേരം നല്ലപോലെ ചെറിയ വളരെ ലൈറ്റായിട്ടുള്ള ചൂടുള്ളപ്പോഴേ ഇത് പൊടിക്കണം. ഇത്രയും പൊടിയിട്ടുണ്ട്. മാക്സിമം നോക്കട്ടെ. നൈസായിട്ടുള്ള പൊടിയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് വലിയ വലിയ പൊടിയാണ്. ഇത്രയും കുഴപ്പമില്ല. നമുക്ക് ഇതിനകത്ത് തണ്ടോ കാര്യങ്ങളോ പൊടിഞ്ഞും നമ്മൾ തണ്ടെല്ലാം ഇട്ടിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അതിൻ്റെ 4 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ബാക്കി ഇതിത്തിരി തീരെ പൗഡർ ടൈപ്പിലുള്ള പൊടിയല്ല.
ഇട്ടിട്ടുണ്ട്. 200 മല്ലി, ഒരു 50-55 ഗ്രാം മുളകും, 5 ഗ്രാം ഉലുവായും, ഒരു 50 ഗ്രാം കുരുമുളകും, ഒരു നല്ല 1.5 സ്പൂണോളം ഉപ്പും, ഒരു പിടി കരിവേപ്പില, ഒരു കൊച്ചു സ്പൂണിന് 1 സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഇതിനെ ചേർത്തിട്ടുള്ള പൊടിയാണിത്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പൊടിയാണിത് മെയിനായിട്ട്. പക്ഷേ ഈ പൊടി നമ്മുടെ എല്ലാ കറികൾക്കും, മല്ലിയും മുളകും ഉലുവായും നമ്മൾ ചേർത്തുണ്ടാക്കുന്ന ഏത് കറിക്കും ഈ മസാല നമുക്ക് ചേർക്കാം. കാരണം ഇതിനകത്ത് കടലപ്പരിപ്പും കാര്യങ്ങളും ഒരു പരിപ്പ് ഐറ്റങ്ങളും നമ്മൾ വറുത്ത് ചേർത്തിട്ടില്ല. കപ്പലണ്ടിയോ കടലപ്പരിപ്പോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സാധാരണ എല്ലാ മല്ലി മുളകും ചേർക്കുന്ന കറിക്ക് നമുക്കിത് ഇടാം. കാരണം വേറെ ഐറ്റങ്ങളൊന്നും ഇല്ലാത്തത്. മെയിനായിട്ട് ഇത് സാമ്പാറിൻ്റെ പൊടിയാണ്. നല്ല മണവുമാണ്. അടച്ച് നല്ല അടപ്പുള്ള എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കണം. ഇത് ഇത്രയും പൊടിച്ചു കഴിഞ്ഞതിനകത്ത് ഇത്രയും വേസ്റ്റ് മാത്രമേ. ഇത് നമ്മൾ കളയേണ്ട. മെഴുക്കുവരട്ടിയോ ഏതെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇത് ഇടാൻ പറ്റും. പൊടി എല്ലാവരും ഉണ്ടാക്കി ഒന്ന് നോക്കണം. മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഞാൻ. മഞ്ഞൾപ്പൊടി ആക്ച്വലി പൊടിയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കളറിന് ഇത്തിരി കുറവായിട്ട് തോന്നുന്നു. തീയലിൻ്റെ കളറൊക്കെ കാണുന്നു. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്താണ്. ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ, സാമ്പാറിനുള്ള കഷ്ണം വേവിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് വെക്കേണ്ടത്. കഷ്ണത്തിന് ഇച്ചിരി പിടിക്കാൻ പറ്റും. ലാസ്റ്റ് കടുവ് മാത്രം വറുത്ത് വെച്ചാൽ കഷ്ണത്തിന് മസാല നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേണം കറികളടുപ്പ് വയ്ക്കാൻ. അപ്പോൾ മഞ്ഞൾ കുറവായിട്ട് തോന്നുവാണെങ്കിൽ അത് അന്നേരം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എരിവ് പറഞ്ഞല്ലോ, ഞാൻ കാശ്മീരി മിർച്ചാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർ കറി ഉണ്ടാക്കുമ്പോൾ ഇതിലൂടെ എരിവ് ചേർത്താൽ മതിയാവും. അതൊന്നും ചെക്ക് ചെയ്തിട്ട് മസാല എല്ലാ എരിവും കാര്യങ്ങളും എല്ലാവർക്കും വേറെയില്ലേ. പക്ഷെ പൊതുവായിട്ടുള്ള ഒരു സൂപ്പർ മസാലയാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകാറുണ്ട്. അടുത്തുള്ളവർക്കായാലും ഓഫീസിലുള്ളവർക്കായാലും കോളേജിലെ മോൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ആർക്ക് കൊടുത്താലും പറയും അടിപൊളി സാമ്പാറാണ്. അതേ കൂട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വീട്ടിലെ തന്നെ മസാലയാണ്. ഇതിനകത്ത് ഒന്നും തന്നെ നമ്മൾ മിലാവട്ടി ചേർത്തിട്ടില്ല. രുചി കൂട്ടാനോ കളറാക്കാനോ ഒന്നും കരുതാത്ത കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. സോയാബീൻ ഉണ്ട്. ഇതിൻ്റെ കറി വെക്കാൻ പോകുന്നു. ആദ്യം ഇത് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇട്ടൊന്ന് സോഫ്റ്റാക്കി വെക്കണം. ഇതിലേക്ക് നമ്മൾ നല്ലൊന്ന് തിളപ്പിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് പിന്നെ കഴുകി നല്ലപോലെ സ്ക്വീസ് ചെയ്ത് പിഴിഞ്ഞതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കും. നല്ല സോഫ്റ്റ് ആക്കി അധികം വെള്ളം തിളക്കട്ടെ. കാൽ ടീസ്പൂൺ ഉപ്പിട്ടുണ്ട്.
ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കപ്പിന് 2 കപ്പ് സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറിയ സൈസാണ്, വലിയ സൈസും കിട്ടുന്നത്. വലുതാണ് കൂടുതൽ നല്ലത്, ടേസ്റ്റ് കൂടുതലുള്ളത്. പക്ഷേ എനിക്കിതാണ് കിട്ടിയ ഇത് 2 കഴുകി നല്ലപോലെ. പക്ഷെ നമുക്കിനി ഇതിനകത്തൊന്ന് പിഴിഞ്ഞിട്ട് അന്നേരം കഴുകി വേണം എടുക്കാൻ. പതഞ്ഞ് വരും, അത് മാറ്റി നല്ലപോലെ കഴുകിയെടുക്കുന്നതാണ്. എന്നാലും ആദ്യം പൊടിയൊക്കെ പോകാനായിട്ട് കഴുകിയിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലാണ് ഇടുന്നത്. ഒരു 4-5 മിനിറ്റ് ഇത് കിടന്നിത് വേവും. അഞ്ച് മിനിറ്റ് അത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വേവിച്ച് തിളച്ചിട്ട് നിർത്തുകയാണ് ഗ്യാസ്. ഇതൊക്കെ ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ബാക്കി 3 മിനിറ്റ് അത് ഒന്ന് വേവട്ടെ. ആദ്യം നമ്മൾ 5 മിനിറ്റ് 2 മിനിറ്റ് തിളപ്പിച്ച് എടുത്തു. ബാക്കി 3 മിനിറ്റ് ആ തിളച്ച വെള്ളത്തിൽ ഓഫ് ഫ്ലെയിമിൽ അത് ഒന്നുകൂടെ വേവും. ഈ സമയത്ത് നമ്മൾ രാവിലെ മുളക് സ്റ്റീം ചെയ്ത് വെച്ച മുളകുണ്ട്, ചേർത്ത് കറിയാക്കാം. ഇതിനുവേണ്ടി അരിഞ്ഞിട്ടുള്ളത് കൊച്ചു സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏകദേശം 1/2 കപ്പ്, സ്പ്രിംഗ് ഒനിയൻ 1/2 കപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ 2 കൂടെ കൂട്ടിയിട്ട് മതി. ഒരു 2 തക്കാളിക്ക, ചെറിയ 2 തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ള. തീരെ ചെറുതല്ല, മീഡിയം സൈസിലുള്ള. ഇത്രയും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി മസാല ചേർക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അധികം ചേർക്കുന്നില്ല, കുറച്ച് ചേർക്കുന്നു. കാൽ ടീസ്പൂണിൻ്റെ പകുതി, 1 ടീസ്പൂൺ ഉലുവ. ഓൾറെഡി ഇത് വാർത്തുള്ളുകയാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ ലോകം വെച്ചിരിക്കുകയാണ്. ആദ്യം തക്കാളി ചേർത്ത് മസാല ബാക്കിയുള്ള ഉള്ളി, വെളുത്തുള്ളി,
അത് രണ്ടായിട്ട് കീറുകയാണ്. ഞെടുപ്പ് കളയുന്നില്ല. രണ്ട് വശത്തും തയ്യാറാക്കിയ സാമ്പാർ പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ മുളകിനകത്ത് ഇടുക. മുളകിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് പറ്റിയെടുക്കണം. അടുത്ത പറ്റിയാണെങ്കിൽ കാരണം ഓൾറെഡി നല്ലപോലെ വെന്തതായതുകൊണ്ട് ഒന്ന് പോകും. ഒരു 3 ടീസ്പൂൺ ഫുള്ള് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം നാല് ടേബിൾ സ്പൂണോളം വെള്ളം. അര ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ. ഞാൻ പഞ്ചസാര ചേർത്തിരിക്കുന്നു. വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന്
ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കിടക്കണം. ഇത് കഴിഞ്ഞങ്ങ് വെന്ത് ഉടഞ്ഞ് മട്ടാക്കരുത്. അങ്ങനെ ഒരു രുചി തോന്നില്ല സോയാബീൻ. ആകെ 5 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളൂ. കഴുകിയിട്ട് ചൂടുവെള്ളത്തിലോട്ടിട്ട് 2 മിനിറ്റ് ഫ്ലെയിമിൽ ഓണാക്കി തന്നെ വെച്ചിട്ട് പിന്നെ അടുത്ത 3 മിനിറ്റ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഇനി നമ്മൾ ഈ വെള്ളം നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ ഈ വെള്ളം മാറ്റി നല്ലപോലെ ഒലിച്ച് കഴുകി പിഴിഞ്ഞെടുക്കും. നല്ലപോലെ ഒലിച്ച് കഴുകും. അപ്പോഴത്തേക്ക് കറി റെഡിയാണ്. മുളകിൻ്റെ കറി റെഡിയായിട്ടുണ്ട്. സോയാബീൻ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ പോകുന്നു. വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. രണ്ട് 3 ടീസ്പൂണോളം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ നമുക്ക് ആദ്യം സോയാബീൻ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ടാൽ മതി. മുളക് പച്ചിമുളകിൻ്റെ കറിയാണിത്. ഹലോ ഹലോ സോയാബീൻ വെളിച്ചെണ്ണയിലൊന്ന് വറക്കാൻ പോകുന്നു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇടാവില്ല. സോയാബീൻ ഒന്ന് സോക്ക് ചെയ്യും എണ്ണ മൊത്തമായിട്ട്. ഓൾറെഡി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ളതായിരുന്നു ഇതിന്. ചെറുപ്പാണിത്. കുറച്ച് തേങ്ങ കൊട്ടായിട്ടിടുവാണ്. തീരെ ചെറുതല്ല, ഇനി വലിയ കഷ്ണം ഇടുന്നത്.
ഇത് 2ആയിട്ടോ 4ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇത് വലിയ കഷ്ണമായിട്ട് വെക്കണം. രണ്ട് ഉരുളൻകിഴങ്ങ് ഇടുന്നതോടുകൂടി നല്ലതാണ്. ഇതിലേക്ക് എൻ്റെ ചെറിയ പ്രാപ്പതിയിലൊരു 4-5 നെയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കുകയാണ്. 1-2 ഉരുളൻകിഴങ്ങ് ഏകദേശം ഇതേ വലിപ്പത്തിൽ നമ്മളങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സോയാബീൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഉരുളൻകിഴങ്ങ്.
ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു ശകലം ഇഞ്ചി, വെളുത്തുള്ളി ആ സൈഡിലുണ്ട് കൊണ്ട് ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഇടാൻ കിട്ടി. ചൂടായപ്പോൾ 2 ടീസ്പൂൺ എണ്ണയാണ് എടുത്തത്. എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചും ചേർത്തിട്ടുണ്ട്. രണ്ട് ടൊമാറ്റോ 4 കട്ടത്, 2 ഉള്ളി, കോഴിക്കോട് മറക്കണ്ട ഇളക്കാൻ. ഒരു 1/4 കപ്പ് തേങ്ങ തിരിഞ്ഞോ എങ്ങനെയാണെങ്കിൽ ഇടാം. ഞാൻ തൂളിയിട്ടാണ് ഇടുന്നത്. ഇത് മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ ഒന്നേ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സോയാബീൻ വെള്ളം നല്ലപോലെ കുടിച്ചിട്ടില്ല. അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളമാണെങ്കിൽ നമ്മൾ ചേർക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും വേണ്ടി ചേർക്കാം. ഇത്തിരി കുരുമുളക് പൊടി. ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ സാമ്പാർ പൊടി ഇപ്പോൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അതിൻ്റെ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ഉപ്പായിട്ട് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം പൊടി. 1.5 അല്ല, സാധാരണ ടേബിൾ സ്പൂൺ നോക്കുമ്പോൾ ഏകദേശം 2 സ്പൂൺ ഈ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് കൂടാതെ ഇത്തിരി പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത്.
കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ മസാലയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉണ്ടാക്കിയതുപോലെ വീട്ടിൽ പൊടി ഉണ്ടാക്കുവാണെങ്കിൽ ആ പൊടി നേരത്തെ നമുക്കിനകത്ത് ചേർക്കാം. കടയിലെ പൊടിക്കകത്ത് പരിപ്പ് ഐറ്റങ്ങൾ വറുത്ത് ചേർത്തിട്ടുള്ള ഇച്ചിരി തേങ്ങ നമ്മൾ ചേർക്കുന്നുണ്ട് പൊടിത്തിന്. വറുത്ത് മസാല എല്ലാം ചൂടായതിനകത്ത് ഓൾറെഡി ഞാൻ ഗ്യാസ് നിർത്തി ഇത്തിരി തണുക്കുന്ന ഉടനെ ഇത് നമുക്ക് നല്ല എണ്ണയായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മൾ സോയാബീനകത്ത് ചേർക്കും. മസാല അരച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് വെച്ചാൽ ചൂടുവെള്ളമാണ് ചെറുതായിട്ട്. ഇതൊക്കെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് മസാല മൊത്തമായിട്ട് എടുക്കാൻ ചൂടുവെള്ളം തന്നെയാണ്, ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കണം. നമ്മളിപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ശകലം ഉപ്പൂടെ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പിന്നെ വേണം ചേർക്കാം. പല പ്രാവശ്യമായിട്ട് ഉപ്പിടുമ്പോൾ ഉപ്പ് ഇത്തിരി പിടിച്ചിടുന്നതാണ് നല്ലത്. കുറച്ച് കറിയൊക്കെ ഇടണം. ഇത് സോയാബീൻ്റെ കറി റെഡി ആക്കണം. ഒരു 200 ഗ്രാം പുഴുങ്ങിയ കപ്പക്കിഴങ്ങും തൊലി കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഒരു 2 സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു 2 ടീസ്പൂണോളം ഡ്രൈ റോസ്റ്റ് ചെയ്ത വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി സാമ്പാർ പൊടിയുടെ ഉണ്ടാക്കിയിരിക്കുന്ന 1 സ്പൂൺ മസാല ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ, 1 സ്പൂൺ മസാല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് കുഴച്ചിട്ട് ഇത് കുറച്ച് അവല് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് അവല് പൊടിച്ചത് ഇതിനകത്ത് ചേർത്ത് ഇളക്കി ചെറിയ ടിക്കി ഉണ്ടാക്കി ബണ്ണിൻ്റെ കൂടെ വെക്കാനാണ്. ബണ്ണ് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മിക്സിലോട്ട് നമ്മൾ അവലി പൊടിച്ചത് ചേർക്കുക. ഇതിലെടുക്കാൻ പോകാം. നമുക്ക് ഒഴിക്കാനുള്ള സൗകര്യം
ഓൾറെഡി കപ്പക്കേങ്ങ നല്ലപോലെ വെന്ത് അത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടാക്കി നല്ലപോലെ രണ്ടായിട്ട് കീറിയിട്ട് 2 എണ്ണം ചേർന്നിട്ടുള്ള പാവ് ബണ്ണാണിത്. പാവ് ഭാജി ഉണ്ടാക്കുക 2 എണ്ണം ചേർന്നിട്ടുള്ളൂ. നടുക്ക് വെച്ച് 2ആയിട്ട് മുറിച്ചിട്ട് ബട്ടർ ചീകിയിട്ട് നമ്മളിത് 2 വശവും റോസ്റ്റ് ചെയ്യുക. ആകെ ഇച്ചിരി ബട്ടർ ഇടുകയാണ്. അതുപോലെ ബട്ടർ ചീകിയിടാണ്. വെള്ളം വന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഇതിനകത്ത് അവര് ചേർക്കാം. ബ്രെഡ് ക്രംസ് വേണേലും ചേർക്കാവുന്നത്. അധികം വേഗണ്ട, ജസ്റ്റ് ഇച്ചിരി നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നത്. എടുത്തിട്ട് ജസ്റ്റ് എണ്ണയിൽ ഒരുപാടിട്ട് കുഴച്ച് എന്തോന്നാക്കണ്ട, ഒന്നും നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് എടുക്കുന്നേ ഉള്ളൂ. കൈക്കൊള്ളുന്ന അത്രയും വലിയ ഉരുളകളെടുക്കാം മാക്സിമം. കാരണം ഇത് മൊത്തം വെന്തതാകുന്നു സാധനങ്ങൾ. പിന്നെ ക്രഞ്ചിനെസ്, ഉള്ളിയുടെയും തക്കാളിക്കയുടെയും ക്രഞ്ചിനെസ് നമുക്ക് വേണം. ബാക്കി അവലാണ് ചേർത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്താൽ മുട്ടയും കാര്യങ്ങളൊന്നും വേണ്ട. കട്ട്ലറ്റ് പോലെയല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ മാത്രം ഡയറക്റ്റ്, വേറെ ഒന്നും വെക്കേണ്ട. കാരണം ഓൾറെഡി തക്കാളിക്കൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. വെണ്ണ ഇതിരി ചീകി ചേർത്തിട്ടുണ്ട്. ചെറിയ തീയില വെച്ചിരിക്കുന്നു. ചൂടാകും മീഡിയത്തിൽ. നെയ്യ് മുകളിൽ ഒടിച്ചിട്ടിട്ട് തിരിച്ചിടാനാണ്. നെയ്യല്ല, ബട്ടർ. കൂട്ടിയിട്ട് നല്ല രസം ചെറുതായിട്ട് നമ്മൾ മുരിച്ചു.
വെട്ടിച്ച് ഒരെണ്ണം വെച്ചിട്ടുള്ള ടേസ്റ്റാ. കൊണ്ടുപോകും ചൂടുണ്ടാകത്തുനിന്ന് കഴിക്കണമെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ട് എന്നും വായിക്ക് നല്ല രുചിയുള്ള ഐറ്റമാണ്. കുറച്ചുകൂടി ഈ പറഞ്ഞ കിറ്റിയിൽ നമ്മുടെ നാട്ടിലെ വേറെ പച്ചക്കറിയായാലും അതല്ലെങ്കിൽ ബ്രെഡായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. നേരത്തെ തീ വളരെ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു ആദ്യത്തെ ട്രിപ്പിൽ. ഒത്തിരി നേരമായിട്ട് അകത്ത് പച്ചയാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, വെളിയിൽ ഇച്ചിരി ക്രഞ്ചിനെസ്. പാവപ്പട്ടിയുടെ റെഡിയിലാണ്. രണ്ട് പീസായിട്ട് ഇങ്ങനെ എത്തിച്ചെടുക്കാം. ഈ രണ്ട് പീസും ഒന്നായിട്ട് അതിനോട്ട് ചെയ്യും. ജസ്റ്റ് നടുക്കൂടെ ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് ഇങ്ങനെ വെച്ച് ബട്ടർ ചേർത്തതിനാണ് ചൂടാക്കുന്നത്. വലിയ പീസാണ്, ഒറ്റ പീസ് വെച്ചാൽ മതിയാണ്. ഒരു അല്ലെങ്കിൽ ഒരു പാവിനകത്ത് ഒരു പീസ്, രണ്ട് പാവിനകത്ത് ഒരു പീസിൻ്റെ ആവശ്യമില്ല. വലുതായിട്ടുണ്ടാകും. ചെറുതായിട്ട് വേണമെങ്കിൽ ഇത് കൊച്ചു കൊച്ചു ഉള്ളിയാക്കി ലെമൺ സൈസ് ആക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത്രയാകുമ്പോൾ കൂടുതൽ നമ്മൾ പിന്നെയും ബട്ടർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതാകുമ്പം രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണത്തിന് ഉള്ള ബട്ടർ രണ്ടെണ്ണത്തിൻ്റെ ഉണ്ടാക്കി എടുക്കുന്നു. ഒരു കൺട്രോൾ ചൂടോടെ നല്ല രുചിയാണിത്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ഇത് തന്നെ ഇങ്ങനെ തിക്കി കഴിക്കാം. വേറെ ഒരു മസാല ഇതിന് വേണ്ട. നല്ല ടേസ്റ്റാണ്. മതിയോ? സൂപ്പർ ഫാറ്റ്. തിരിച്ചിടുന്നതിന് മുന്നേ
വേണ്ടിയും രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ട് വശത്തുള്ള ഓരോ പീസ് പകുതി പകുതിയായിട്ട് ഇങ്ങനെ ചൂടോടെ എടുത്ത് നല്ലൊന്നാമതൊരു ടീ ടൈം സ്നാക്ക് അടിപൊളിയാണ്. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ്, ലൈക്കും സബും ചെയ്യണം. ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. പുതിയ പുതിയ സ്നാക്സും കറികളും ഒക്കെ ആയിട്ട്